ദൈവത്തിന്റെ വലിയൊരു വചനം ഈ നിലയിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനും വീണ്ടും വീണ്ടും അത് കേട്ട് അയവിറക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വരുന്ന ദിവസങ്ങളിലും ദൈവം എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാര്യം 3-4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പ്രവചന പുസ്തകമാണെങ്കിലും ധാരാളം ധാരാളം സത്യങ്ങൾ ദൈവാത്മാവ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റിവിഷനിലേക്ക് പോയാൽ ഒരുപാട് സമയം വീണ്ടും വീണ്ടും വേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ ഭയം എന്നെ ഉണ്ട്. റിവിഷനിലേക്ക് പോകുന്ന കാലത്ത് എനിക്ക് വളരെ സന്തോഷമുള്ള കൂട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉത്തരം പറയിപ്പിക്കാനും ഒക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയിൽ അത് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ റിവിഷനിലേക്ക് തൊടാതിരിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാക്സിമം ഞാൻ കാര്യത്തെ ഉത്സാഹിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതായ ചില ആത്മീക പാഠങ്ങളാണ് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത്. പ്രിയ അലക്സിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടമ്പടിയെ സംബന്ധിക്കുന്നതും നിയമത്തെ സംബന്ധിക്കുന്നതുമായ ഒരുപാട് സത്യങ്ങൾ ഇനിയും ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ നിന്നുകൊണ്ടാണ് ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർക്കുകയുണ്ടായി, ദൈവിക നിയമങ്ങളെല്ലാം നിത്യ നിയമങ്ങളാണ്. തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ളതായ നിയമങ്ങൾ നിത്യ നിയമങ്ങൾ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആ നിയമത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ പ്രയോഗം തന്നെ ഒരുപാട് അർത്ഥവത്തായ പ്രയോഗം തന്നെയാണ്. ആ നിത്യ നിയമത്തോടുള്ള ബന്ധത്തിൽ ലേവി എന്ന ഗോത്രത്തിന് അല്ലെങ്കിൽ ലേവിക്ക് ദൈവം കൊടുത്തതായ നിയമത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടതായ ചില വസ്തുതകളാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റിവിഷൻ ഇവിടെ തന്നെ ആരംഭിക്കട്ടെ. ലേവിയോടുള്ള ബന്ധത്തിൽ ഈ നിയമം കൊടുത്തപ്പോൾ ഈ നിയമത്തിന്റെ 5 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നിയമത്തിനുള്ളതായിരിക്കുന്ന 5 പ്രത്യേകതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരെണ്ണമേ നോക്കിയുള്ളൂ. ഇനി അത് അതുപോലെ തന്നെ നോക്കിയാണെങ്കിൽ 4 എണ്ണം മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് യാത്ര തടസ്സം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. കാരണം അത്ര വിസ്തൃതമായി പോകാൻ നമുക്ക് കഴിയുകയില്ല. എങ്കിലും ഇന്ന് രാത്രിയിൽ ചില വസ്തുതകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞു തുടങ്ങട്ടെ. ഈ നിയമത്തിന്റെ പ്രാധാന്യത, ഈ നിയമത്തിന്റെ പ്രത്യേകതകൾ വളരെ ഗൗരവകരമായി ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. 5 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത് 5ഉം ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മുമ്പിൽ 1 മുതൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ലേവിയോട് പറഞ്ഞതായിരിക്കുന്ന ഈ നിയമം ആദ്യത്തെ ഈ 4 വാക്യങ്ങൾ 4, 5, 6, 7 വാക്യങ്ങളിൽ നാം കാണുന്നത് 5 പ്രത്യേകതകളാണ്. അതിൽ 1-ാമത്തെ പ്രത്യേകത അത് ഒന്ന് നിലനിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് പറയുണ്ടായി. നിലനിൽക്കുന്ന ദൈവത്തിന്റെ വനം. ഇന്ന് രാത്രിയിൽ ചില വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ ആരംഭിക്കാം. 2-ാമത്തെ കാര്യം, ഈ നിയമത്തിന്റെ 2-ാമത്തെ പ്രത്യേകത എടുത്തു പറയേണ്ടത്, അതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്നത്. ജീവനും സമാധാനവുമായിരുന്നു. അത് അവിടെ എഴുതിയിട്ടുണ്ട്. ജീവനും സമാധാനവുമായിരുന്ന നിയമം. ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ എഴുതാനായിട്ട് സ്പീഡ് കുറവാണെങ്കിൽ ബൈബിളിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയും. ബൈബിളിലെ വാക്യങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ജീവനും സമാധാനവുമായിരുന്ന നിയമം. ആ നിയമത്തിന് ജീവനും സമാധാനവും എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എന്തെല്ലാം പ്രത്യേകതകൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ചില പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 3-ാമത്തെ കാര്യം എന്തെന്നറിയാമോ? അതിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത്, അത് ആര് ഈ നിയമം കൊടുത്തുവോ ആ ദൈവത്തെ ഭയപ്പെടേണ്ടതിനു വേണ്ടിയാണ് ദൈവം ഈ നിയമം കൊടുത്തത്. 3-ാമത്തെ കാര്യം, ദൈവത്തെ ഭയപ്പെടേണ്ടതിനു വേണ്ടിയാണ് അവയെ കൊടുത്തത്. അതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. വിശദീകരണം പിന്നാലെ വരുന്നു. 4-ാമത്തെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. അത് മനുഷ്യന്റെ അകൃത്യം വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുമാറാക്കുന്നതായിരുന്നു ആ നിയമം. ശ്രദ്ധിക്കുക, അകൃത്യം വിട്ട് ദൈവത്തിങ്കലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുന്നതായ നിയമം എന്ന് പറയുമ്പോൾ തന്നെ ഈ തിരുവെഴുത്തിന്റെ പ്രാധാന്യത മറ്റെന്തിനേക്കാളും ഏറെ അധികമായി ദൈവാത്മാവ് ആ ഭാഗത്ത് വിശദീകരിച്ചിട്ടില്ലേ?
നമുക്ക് ധ്യാനിക്കാൻ അവകാശമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയാമോ? ദൈവത്തെ കുറിച്ച് പരിജ്ഞാനം ഉളവാക്കുന്നതായിരുന്നു ആ നിയമം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യം ദൈവത്തെ കുറിച്ചുള്ളതായ പരിജ്ഞാനം. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയട്ടെ. ദൈവത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഈ തിരുവെഴുത്തല്ലാതെ മറ്റൊരു ഉപാധി ഇല്ല, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവവുമായി സംസർഗം പുലർത്തണമെങ്കിൽ, ദൈവവുമായി ചേർന്ന് ജീവിക്കണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന മാനുവലാണ് ദൈവത്തിന്റെ വചനം. അത് ദൈവാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് ഈ ഭാഗത്ത് നൽകി തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് വീണ്ടും ഒന്ന് കടന്നു വരാം. ഈ നിയമം നിലനിൽക്കേണ്ടതായ നിയമമായിരുന്നു. അനേക വാക്യങ്ങളുണ്ട്, അനേക വാക്യങ്ങൾ. പക്ഷെ എല്ലാം ഒന്നും എടുത്ത് ഇന്ന് രാത്രി വായിച്ച് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഒന്നാമത്തെ വാക്യം 105-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 105-ാമത്തെ സങ്കീർത്തനം, 105-ാം സങ്കീർത്തനത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വാക്ക് ശ്രദ്ധിക്കണം. യാക്കോബിനോട്, അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, പൂർവപിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് ഒരു നിത്യ നിയമമായിട്ട് അതിനെ നിയമിച്ചു. ആ നിത്യ നിയമം മാറ്റാൻ പറ്റുന്നതല്ല, അത് നിലനിൽക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിന് അത്യന്തം പ്രാധാന്യതയുള്ളതായ കാര്യമാണ്. ഒത്തിരി വാക്യങ്ങൾ വായിക്കുവാണ്ടെങ്കിൽ ഞാൻ ഒരു വാക്യം കൂടി ഒന്ന് വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി ഏറ്റവും ശക്തമായ നിലയിൽ തിരിച്ചറിയേണ്ടതായ വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ എങ്ങനെയാ വായിക്കുന്നത് അറിയാമോ? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. Therefore, അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വേദഭാഗത്തിന്റെ മുകളിലതായ കാര്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ഈ ഭൂമി ക്ഷയിച്ചു പോകുന്നതാണ്, ഇത് ഭൂതലം വാടിപ്പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യഹോവയുടെ വചനം അത് ശക്തമായ നിലയിൽ ദൈവാത്മാവ് അരുളി ചെയ്യുന്നു. ഈ ഭൂമി അതിലെ നിവാസികളാൽ മലിനപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മലിനപ്പെടുവാനുള്ള കാരണം അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ഭൂമി ശാപഗ്രസ്തമായി തീർന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ നിത്യ നിയമത്തിന് ജനം ഭംഗം വരുത്തി എന്നുള്ളതാണ് അതിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ എവിടെയാ എത്തുന്നത്? ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ എവിടെ എത്തിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഭൂമി ഇത് ശാപഗ്രസ്തമായി തീർന്നതിന്റെ പിന്നിലെ കാരണം ദൈവവചനം പറയുന്നത് ഭൂമി അതിലെ നിവാസികളാൽ മലിനപ്പെടുവാനുള്ള കാരണം എന്താണ്? മനുഷ്യന് ദൈവം കൊടുത്ത ദൈവത്തിന്റെ നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. മനുഷ്യന് അനുസരിക്കുവാൻ ദൈവം കൊടുത്ത നിത്യ നിയമത്തെ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഭൂമി അവരാൽ മലിനപ്പെടുവാനിടയായി തീർന്നിരിക്കുന്നു.
61 അധ്യായത്തിന്റെ 8 വാക്യം. യെശയ്യാ പ്രവചനം ഞാൻ വായിക്കുന്നില്ല. 61 അധ്യായത്തിന്റെ 8 വാക്യം. യിരെമ്യാ പ്രവാചന പുസ്തകം 32 അധ്യായത്തിന്റെ 40 വാക്യം, 50 അധ്യായത്തിന്റെ 5 വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം ഈ സത്യം കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാം. യെശയ്യാ 24-ന്റെ 5, 6, 61-ന്റെ 8, യിരെമ്യാ പ്രവചനം 32 അധ്യായത്തിന്റെ 40 വാക്യം, 50 അധ്യായത്തിന്റെ 5 വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം ഈ നിയമം നിത്യ നിയമമായിട്ടാണ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം ഒന്ന് എടുക്കാമോ? ആവർത്തന പുസ്തകം 27 അധ്യായവും 28 അധ്യായവും. ഇന്ന് രാത്രി അത് വായിക്കാൻ സാധിക്കുകയില്ല, എങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 27 അധ്യായവും 28 അധ്യായവും നിങ്ങൾ പിന്നീട് വായിക്കണം എന്ന് ഞാൻ ദയമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. 27 അധ്യായവും 28 അധ്യായവും ചേർത്ത് പഠിച്ചാൽ ദൈവം തന്റെ ജനത്തിന് കൊടുത്ത ഈ പ്രമാണത്തിന്റെ പ്രത്യേകതകൾ, ഈ പ്രമാണം അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത, ഈ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഒട്ടനവധി കാര്യങ്ങൾ ദൈവാത്മാവ് ആ ഭാഗത്ത് നൽകി തന്നിട്ടുണ്ട്. ഞാൻ ഒരു വാക്യം മാത്രം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പല വാക്യങ്ങളുണ്ട്. 27 അധ്യായം മുതൽ 28 അധ്യായത്തിന്റെ അവസാന വാക്യം വരെ ഈ ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നിട്ടുള്ളത്. വിശദമായ വിവരങ്ങൾ. 27 അധ്യായത്തിന്റെ 26 വാക്യം നോക്കിയേ. ആവർത്തന പുസ്തകം 27 അധ്യായം അതിന്റെ 26 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, ജനം എല്ലാം ആമേൻ എന്ന് പറയണം. ഈ മുകളിലത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അനേക പ്രാവശ്യങ്ങളിൽ, അതായത് 15 മുതൽ താഴെയായ വാക്യങ്ങളിൽ അനേക പ്രാവശ്യങ്ങളിൽ ജനം ആമേൻ എന്ന് പറയണം, ആമേൻ എന്ന് എത്ര പ്രാവശ്യങ്ങളിൽ ആ വാക്ക് ആവർത്തിച്ചുകൊണ്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. 15 വാക്യത്തിൽ, 16 വാക്യത്തിൽ, മറ്റെല്ലാ വാക്യത്തിലും ജനമെല്ലാം ആമേൻ എന്ന് പറയണം. എന്താ ഈ ആമേൻ എന്ന് പറഞ്ഞാൽ? എന്താ ആമേൻ? എന്താ ആമേൻ? ആമേൻ എന്ന് പറയണം. Let it be like that. Let it be like that. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആമേൻ പറയും. എന്തിനാ ഈ ആമേൻ? എന്താണ് ഈ ആമേൻ? We agree to it. എന്തോ? We agree to it. We agree to it. Okay. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ദൈവവചനം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരുമ്പോൾ അതിന് നാം എത്രത്തോളം ആമേൻ എന്ന് പ്രതികരിക്കുന്നു. പ്രാർത്ഥനയുടെ അവസാനം ഒരു ആമേൻ വരിക എന്നുള്ളത് ഒരു ആവശ്യമാണ്. കാരണം പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെ, കർത്താവിനോട് ചേർത്ത് ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ എന്ന് ദൈവം മുമ്പാകെ ഏറ്റുപറയുന്ന വാക്കാണ് ആമേൻ. പക്ഷെ എത്ര പേർ പ്രാർത്ഥന കേട്ടിട്ടാണ് ആമേൻ പറയുന്നത് എന്നൊരു ചോദ്യം എവിടെയുണ്ട്? പ്രാർത്ഥനയുടെ ഒരു അവസാനം ഒരു ആമേൻ വേണ്ടേ എന്ന് വിചാരിച്ച് ആമേൻ പറയരുത്. ദൈവദാസൻ എന്തു പ്രാർത്ഥിക്കുന്നുവോ, ഇപ്പോൾ സാഞ്ചാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്തോത്രം ചെയ്യുവാനും ആവശ്യങ്ങൾ ദൈവം മുമ്പാകെ ഏറ്റുപറയാനും ഇടയായി തീർന്നു. എനിക്ക് വേണ്ടി, എന്റെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു ദൈവദാസൻ, മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവനോട് ചേർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ആമേൻ, താൻ എന്തു പറഞ്ഞോ അത് എന്റെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണെന്ന് ദൈവം മുമ്പാകെ സമ്മതിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആവർത്തന പുസ്തകം 27 അധ്യായത്തിന്റെ 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 15 വാക്യം മുതൽ 26 വാക്യം വരെ, ഇത്രയും വാക്യങ്ങളിൽ എല്ലാ വാക്യത്തിന്റെ അവസാനവും ആമേൻ എന്ന് പറയണം. എന്നാ 13 വാക്യം നോക്കി. ഏബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ, രൂബേൻ, ഗാദ്, ആശേർ, സെബുലൂൻ, ദാൻ, നഫ്താലി.
12-ാം വാക്യത്തിൽ നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗെരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ. ശ്രദ്ധിക്കണേ, നിങ്ങൾ പിന്നീട് വായിച്ച് ധ്യാനിച്ചാൽ മതി. അപ്പൊ ഗെരിസീം പർവ്വതത്തിലും ഏബാൾ പർവ്വതത്തിലുമായി 2 കൂട്ടം ആളുകളെ ഡിവൈഡ് ചെയ്ത് ദൈവാത്മാവ് നിർത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഗെരിസീം പർവ്വതത്തിൽ നിൽക്കുന്നവർ ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, യോസേഫ്, ബെന്യാമീൻ. ശപിപ്പാൻ, അനുഗ്രഹിപ്പാനല്ല. ഏബാൾ പർവ്വതത്തിലാണ്, ഗെരിസീം പർവ്വതത്തിലാണ് അനുഗ്രഹത്തിന്റെ ഭാഗമുള്ളമെങ്കിൽ ശപിപ്പാനായിട്ട് ഏബാൾ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ രൂബേൻ, ഗാദ്, ആശേർ, ശെബൂലൂൻ, ദാൻ, നഫ്താലി. ഇസ്രായേലിന്റെ ഈ ഗോത്രത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 ഭാഗത്ത് നിർത്തിയിട്ട് 14-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഈ 2 വിങ്ങായി തിരിച്ച് 2 ഭാഗത്ത് നിർത്തിയിട്ട് ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലേവി എല്ലാ ഇസ്രായേലിനോടും ഉറക്കെ വിളിച്ച് പറയേണ്ടത് എന്തെന്നാൽ. ആ വാക്ക് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? ലേവിയുടെ ഉത്തരവാദിത്വം. ഈ പ്രമാണം കൊടുത്തത് ലേവിക്കാണ്. നിത്യ നിയമമായിട്ട് കൊടുത്ത ഈ പ്രമാണം തന്റെ ജനത്തിന്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുവാൻ താൻ കടപ്പെട്ടവനാണ്, ബാധ്യസ്ഥനാണ്. ഇന്ന് രാത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് നൽകപ്പെട്ട ഈ പ്രമാണം എന്റെ ജനത്തിന്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇവിടെ ലേവി ആ കാര്യം തുറന്നെഴുതി 14-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ലേവി എല്ലാ ഇസ്രായേലിനോടും ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ. താഴോട്ട് 15 മുതൽ 26 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇതിന്റെ എല്ലാത്തിന്റെയും അവസാനം ജനം എന്ത് ചെയ്യണം? ആമേൻ എന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ആമേൻ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഈ നിയമത്തിന്റെ മുമ്പിൽ, ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ നിയമത്തിന്റെ മുമ്പിൽ ആമേൻ പറയാൻ നമുക്ക് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ ഉളവാക്കുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഞാനും സമ്മതിക്കുന്ന ഒരു വസ്തുതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും ദൈവവചന കേൾവി ഇന്ന് നമ്മിൽ മറ്റു പല പ്രതികരണങ്ങൾ ഉളവാക്കുവാൻ കാരണമാകുന്നു. ആ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ദൈവദാസൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രതികരണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതൊന്നുമല്ല ആവശ്യമായ പ്രതികരണം. നമുക്കുണ്ടാകേണ്ട പ്രതികരണം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ആമേൻ പറയാൻ കഴിയണം. അതായിരിക്കണം പ്രതികരണം. പക്ഷെ പലപ്പോഴും നമുക്ക് അതിന് കഴിയുന്നില്ല. നമുക്ക് മറ്റു പല ബിസിയാണ്. നമ്മുടെ മുമ്പിൽ വലിയൊരു ബിസി ഷെഡ്യൂളാണുള്ളത്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് ബിസി ഷെഡ്യൂളാണ് നമുക്കുള്ളത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രമാണത്തിന്റെ മുമ്പിൽ ഒരാമേൻ പറഞ്ഞ് ദൈവമുമ്പാകെ അപ്രൂവൽ ഉണ്ടാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ല എങ്കിൽ ഈ ക്ലാസ് കൊണ്ടും വലിയ പ്രയോജനം ഒന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവിന്റെ ദാസന്മാരെന്നോട് പറഞ്ഞു, ശക്തമായ ആലോചനകളാണ്, വിശദമായ ഗൗരവമായ ഒരു പഠനമാണ്. ഇതൊക്കെ ദൈവദാസന്മാർ സഭയുടെ മൂപ്പന്മാരായ സഹോദരന്മാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുമുണ്ട്. ദൈവവചനം, നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, അതെന്റേതായിട്ട് ഏറ്റെടുത്ത് ദൈവമുമ്പാകെ ആമേൻ പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ക്ലാസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കത് തുറന്നു പറയുവാനായിട്ട് താല്പര്യമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കുവാനാകട്ടെ. ഞാൻ ഈ വിഷയത്തിലേക്ക് ഒന്ന് എളുപ്പം കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽക്കേണ്ടുന്നതായ നിയമമായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് എളുപ്പം കടന്നു വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ നിയമത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത നാം പറഞ്ഞത് എങ്ങനെയാണ്? ഈ നിയമം ജീവനും സമാധാനവുമായിരുന്നു.
ജീവനും സമാധാനവുമായിരുന്ന നിയമം. ഇന്ന് രാത്രി ഞാൻ ഈ വാക്ക് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബോധ്യമാകുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. നമ്മെ ഏൽപ്പിച്ച ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ജീവനും സമാധാനവുമായിരുന്ന നിയമം. നാം ഉപയോഗിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ഈ നിയമം ജീവനുള്ളത് എന്ന് എവിടെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ജീവനുള്ളത്, സോറി, എബ്രായ ലേഖനം അധ്യായം വാക്യം 4:12. വെരി ഗുഡ്, സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന, ആ വാക്ക് ഞാൻ ഉപയോഗിക്കട്ടെ, ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ വചനം, ഇത് ജീവനുള്ളതാണ്. ഇത് ജീവനുള്ളതാകയാൽ അത് നമ്മെ ജീവിപ്പിക്കുന്നു എന്ന സത്യവും നാം മറന്നു പോകരുത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ വചനം ഇത് ജീവനുള്ളതാകയാൽ അത് നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ജീവനുള്ള വചനം. ഇന്ന് രാത്രി ഞാൻ ഒരു വസ്തുത പറയട്ടെ പ്രിയപ്പെട്ടവരെ, ലേവിക്ക് ദൈവം കൊടുത്ത നിയമത്തെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇത് ജീവനുള്ളതാണ്, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ തിരുവെഴുത്ത്. പല വാക്യങ്ങളുണ്ട്. ഒരു വാക്യം കൊണ്ട് പുണ്യമത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്രോസ് ആ വാക്ക് പറയുമ്പോൾ എത്ര വ്യക്തമായിട്ടാണ് പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നത്. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, എന്റെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്താൽ ഞാനും നിങ്ങളും വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. പത്രോസ് ആ വാക്ക് പറയുമ്പോൾ ധാരാളം വിശദീകരണങ്ങൾ ഈ അധ്യായത്തിലും തൊട്ടടുത്ത അധ്യായത്തിലും രേഖപ്പെടുത്തുന്നിട്ടുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ജീവൻ ഇല്ലാത്തവരായിരുന്നു. ജീവൻ ഇല്ലാത്തവരായിരുന്ന നിങ്ങൾ ജീവനുള്ളവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ. ആ വാക്ക് ശ്രദ്ധിക്കണം. ജീവനില്ലാതിരുന്ന നിങ്ങൾ ജീവൻ ഉള്ളവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ആ വാക്യത്തിൽ ഇതെല്ലാം വ്യക്തമാണ്. ജീവനാണ്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ആ ജീവനുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ ദൈവാത്മാവ് നൽകി തന്നിരിക്കുകയാണ്. നാം അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലനിൽക്കേണ്ടുന്നതായ വചനം, ജീവനും ചൈതന്യമുള്ളതായിരിക്കുന്ന വചനം, ഇത് ലേവിക്ക് ദൈവം കൊടുത്തു. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വസ്തുതയുണ്ടല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. ഇന്ന് രാത്രി ഞാൻ ഒരു ആശയം ആ ഭാഗത്ത് നിന്ന് പറയട്ടെ. വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകൾ കുറിച്ചു വെച്ചു.
എ പെർഫെക്റ്റ് മാൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൽ ഉള്ള ഒരു തികഞ്ഞ മനുഷ്യൻ. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അവൻ വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടിയാണ് കടന്നു പോയത്. ആ വാക്ക് ശ്രദ്ധിക്കണേ, പെർഫെക്റ്റ്. വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്നുപോയ മഹാപുരോഹിതനായ ക്രിസ്തു, അവൻ വന്നിട്ട് അവൻ മുഖാന്തരം നമുക്ക് നൽകിത്തന്ന ഈ തിരുവെഴുത്ത് നമ്മെ തികഞ്ഞവനാക്കി തീർക്കുന്നു. ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മെ തികഞ്ഞവനാക്കുന്ന തിരുവെഴുത്ത്. ഒരു വാക്യം കൂടി ഒന്ന് എടുക്കാമോ? കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായം, Colossians chapter 1 verse 28, 28-ാമത്തെ വാക്യം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ശ്രദ്ധിക്കണം, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവിടെ ഉപയോഗിക്കുന്ന ഏതു മനുഷ്യൻ, അതെന്താ അങ്ങനെ? ഏതു മനുഷ്യനെയും, എപ്രകാരമുള്ള മനുഷ്യരെയും, ഏത് സാധാരണക്കാരനെയും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ അവിടെ ഉണ്ട്. ആ ഒരു വാക്കിന് തന്നെ ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ഒരു പദപ്രയോഗമാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഈ തിരുവെഴുത്ത് മുഖാന്തരം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ കഴിയുന്നു. അതിനായിട്ടാ ഞങ്ങൾ ജ്ഞാനത്തോടെ പ്രബോധിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്, ഉപദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്ന ഈ തിരുവെഴുത്ത്. തീമോഥെയോസിനോട് പറയുന്നുണ്ട്, ബാല്യം മുതൽ നീ അഭ്യസിപ്പിച്ച ഈ തിരുവെഴുത്ത് എന്ന വാക്യം, ബാല്യം മുതൽ നീ നിശ്ചയം പ്രാപിച്ച അല്ലെങ്കിൽ അഭ്യസിച്ചതായ ഈ തിരുവെഴുത്ത്, ബാല്യം മുതൽ അഭ്യസിക്കുന്നതായ ഈ തിരുവെഴുത്ത്. 14-ാമത്തെ വാക്യത്തിലുണ്ട്, നീയോ ഇന്നവരോട് പഠിച്ചുവെന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. ആ വാക്ക് ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. യെസ്, നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായത് ഈ ഒരൊറ്റ തിരുവെഴുത്തേ ഉള്ളൂ. ആ തിരുവെഴുത്താണ് എന്റെയും നിങ്ങളുടെയും പക്കൽ ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടാണോ ദൈവവചനത്തോട് ഇങ്ങനെ ഒരു സമീപനം? ഈ തിരിച്ചറിവ് നമ്മെ വാസ്തവമായി ഭരിക്കുന്നുണ്ടോ? ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ തിരുവെഴുത്തുകളോട് ഇങ്ങനെ ഒരു സമീപനം മതിയോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ തിരുവെഴുത്തിന് എത്രമാത്രം പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്? ഇത് ജീവനും ചൈതന്യമുള്ളതാണ്. ഇത് സമാധാനം നൽകി തരുന്നതാണ്. ഒപ്പം ഇത് ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. എന്താ ജോൺസൺ, കളമശ്ശേരി ജോൺസൺ, ഈ ഇരുവായുത്തലയുള്ള വാളിന്റെ പ്രത്യേകത? രണ്ടറ്റം മൂർച്ചയുണ്ടാവും. അതെനിക്ക് മനസ്സിലായത്. ആ വാക്കിനകത്ത് തന്നെയാണ് ഇരുവായുത്തല രണ്ടറ്റം മൂർച്ചയുള്ളതാണെന്ന് എനിക്കും അറിയാം. എന്താ അതിന്റെ പ്രത്യേകത? ജോൺസൺ അങ്ങനെ ചോദിച്ചേ.
കേൾക്കുന്നവനെ മുറിക്കും, സ്വയം പരിശോധനയും കേൾക്കുന്നവനെ മുറിക്കും, പറയുന്നവനെ ഒരേപോലെ. എന്തോ സ്വയം ശോധനയ്ക്കും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും കേൾക്കുന്നവനെ മുറിക്കും, പറയുന്നവനെ മുറിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സ്പഷ്ടമായി പറയട്ടെ, ഈ തിരുവെഴുത്ത് എതിലേ പോയാലും അതതിന്റെ പ്രവൃത്തി നിർവഹിച്ച് തിരിച്ചു വരുന്നത്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിന്റെ ഈ അപ്പത്തെ ഏറിയ വെള്ളത്തിന്മേൽ എറിയുക. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതതിന്റെ ഫലം ആയിട്ട് തിരിച്ചു വരും. അതാണ് നിലനിൽക്കുന്ന ഈ തിരുവെഴുത്തിന്റെ പ്രത്യേകത. ഈ തിരുവെഴുത്ത് നിലനിൽക്കുന്നതിന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അത് ജീവനുള്ളതാണ്, അത് ജീവിപ്പിക്കുന്നതാണ്. ഞാൻ ഈ ക്ലാസ് തുടങ്ങി എത്രാമത്തെ ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. ഓർമ്മയുണ്ടെങ്കിൽ നല്ല കാര്യം. യോശുവ ശപഥം ചെയ്തൊരു കാര്യം പറഞ്ഞു. ശപഥം ചെയ്തു, യെരിഹോ മതിൽ പണിയുന്നവൻ, അലക്സാണ്ടർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഈ യെരിഹോ മതിൽ പണിയുവാൻ ഒരുവൻ തയ്യാറായാൽ അവൻ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് യോശുവ ശപഥം ചെയ്ത് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് എങ്ങനെയാണ്, 500-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ ഒരുവൻ, ഒരു ഹിയേൽ, ഒരു ബഥേലുകാരൻ എഴുന്നേറ്റ് പണിതു. 500 വർഷങ്ങൾക്ക് ശേഷം, 500 വർഷത്തിന് മുമ്പ് യോശുവ എന്തു പറഞ്ഞോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു മാറ്റവും ഇല്ല. ഈ മാറ്റാൻ കഴിയാത്ത, ഈ നിലനിൽക്കുന്ന ഈ തിരുവെഴുത്ത് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവനെ, ഒരു സാധാരണ മനുഷ്യനെ ദൈവസന്നിധിയിൽ തികഞ്ഞവനാക്കി നിർത്തുന്നതാണ്. ഈ പുതിയ നിയമ ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണെന്ന് നമുക്കറിയാം. എബ്രായ ലേഖനങ്ങളൊക്കെ കൂട്ടി. പൗലോസിന്റെ മുമ്പാകെ എവിടുന്ന ഈ തിരുവെഴുത്ത് എഴുതാനുള്ള ജ്ഞാനം? പൗലോസ് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ എഴുതി പഠിച്ചെന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ താൻ അത് കരഗതമാക്കിയ ഒരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയട്ടെ. ദൈവത്തിന്റെ ജ്ഞാനത്താൽ ഈ സാധാരണ മനുഷ്യനെ അസാധാരണമുള്ളവനാക്കി തീർത്തു. ഈ തിരുവെഴുത്ത് തീമോഥെയോസിനെ പറ്റി വായിച്ചപ്പോൾ അവൻ ബാല്യം മുതൽ പഠിച്ചും, അങ്ങനെയല്ല വായിച്ചത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നു. ഞാന് വളരെ സ്നേഹിക്കുന്ന, വളരെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്നതായ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിലുണ്ട്. പൗലോസ് തന്റെ സാക്ഷ്യം പറയുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ആ വാക്യം നിങ്ങൾക്ക് വേണമെന്ന് കുറിച്ചു വെക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഇത് ഈ തിരുവെഴുത്ത് എഴുതി തന്നതാകുന്ന പൗലോസിനെ കുറിച്ച് എഴുതിയൊരു വാക്കാ. എന്താ അവിടെ എഴുതിക്കുന്നു നോക്കി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ. ആ പ്രയോഗം കണ്ടോ? 11-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 19 വേഴ്സ് 11. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണയായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ. എന്താ വാക്കിന്റെ അർത്ഥം? എന്താ ഈ അസാധാരണയായ വീര്യപ്രവൃത്തികൾ? എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ബൈ ദ ഹാൻഡ്സ് ഓഫ് പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ്. ഒരു സാധാരണ മനുഷ്യൻ, പൗലോസ് പറഞ്ഞിട്ടില്ലേ, എല്ലാവരിലും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്ക്, ഒരു സാധാരണ മനുഷ്യനായ ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മെ കൊണ്ട് അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്ന ഈ തിരുവെഴുത്ത്, ഇത് ജീവനുള്ളതാണ്, ഇത് നിലനിൽക്കുന്നതാണ്, ഇത് ജീവനും സമാധാനവുമാണ്. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്, പക്ഷെ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമയം വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകുന്നു. ജീവനും സമാധാനവുമായ തിരുവെഴുത്ത്. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ യാതൊരു സമാധാനവും ഞാനും നിങ്ങളും അനുഭവിച്ചവരല്ല.
എന്നാൽ എന്നെയും നിങ്ങളെയും സമാധാനം ഉളവാക്കുവാൻ കാരണമായത് ഈ തിരുവെഴുത്താണ്. എന്താ ഈ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം? സമാധാനം എന്നതിനൊരു വിശദീകരണം പറയാമോ? സമാധാനം എന്നതായിരിക്കുന്ന വാക്കിനൊരു വിശദീകരണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗമാ സമാധാനം. എന്താ സമാധാനം? ദൈവത്തോട് യുദ്ധമില്ലാതിരിക്കുന്ന അവസ്ഥ. ദൈവത്തോട് യുദ്ധമില്ലാതിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിലെ സമാധാനം, സമാധാനം എന്ന വാക്കിന് ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ദൈവത്തോട് യുദ്ധമില്ലാത്ത അവസ്ഥ, അത് ശരിയാണ്. പക്ഷെ അതൊരു വിശദീകരണമാകുന്നുണ്ടോ? മനുഷ്യരോടും യുദ്ധം പാടില്ല, മനുഷ്യരോടും പാടില്ല, തന്നോട് തന്നെയും പാടില്ല, തന്നോട് തന്നെ പാടില്ല. അപ്പൊ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഈ സമാധാനം എന്നതാക്കുന്ന വാക്ക് പ്രശ്നങ്ങളില്ലാത്ത അന്തരീക്ഷത്തെയാണോ സമാധാനം എന്ന് വിളിക്കുന്നത്? വിളിക്കാമോ? പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പോരാട്ടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു വ്യത്യസ്തമായ അനുഭവം അല്ല സമാധാനം എന്ന് പറയുന്നത്. ഒരു വർഷം നോബൽ പ്രൈസിന് അംഗീകാരം ലഭിച്ച, സമ്മാനം ലഭിച്ച ഒരു പെയിന്റിംഗ് മത്സരത്തെ പറ്റി വായിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ഒരു ക്യാൻവാസിൽ ഒരു ചിത്രകാരൻ വരച്ച ഒരു പിക്ചർ, ഒരു പടം. താൻ വരച്ചത് എങ്ങനെയാണ്? ആടി ഉലയുന്നതായ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് വീശുമ്പോൾ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരുപാട് വൻമരങ്ങൾ, കാർമേഘ പടലം കെട്ടി നിൽക്കുന്ന വളരെ ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം. മനുഷ്യർ വെപ്രാളപ്പെട്ട് ഓടുകയാണ്. പക്ഷികളുടെ ഇരമ്പൽ ശക്തമാകുന്നു, കാറ്റിന്റെ വേഗം കൂടുന്നു, പ്രതികൂലങ്ങൾ അതിഭയങ്കരമായി വരുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴും ആടി ഉലയുന്ന ഒരു മരച്ചില്ലയിൽ നിന്നുകൊണ്ട് രണ്ട് പക്ഷികൾ, കുരുവികൾ, അത് മെല്ലെ പുറപ്പെടുവിക്കുന്ന ഒരു പാട്ടിന്റെ ഈരടികളുണ്ട്. ആ ക്യാൻവാസ് ആ ചിത്രകാരൻ എഴുതി വെച്ചു. പ്രിയപ്പെട്ടവരെ, ആടി ഉലയുന്ന പ്രതികൂലമായ സാഹചര്യത്തിന്റെ മധ്യത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നതിനെയാണ് സമാധാനം എന്ന് പറയുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ, പ്രതികൂലങ്ങളെ കൊണ്ട് നിറഞ്ഞതായ സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിന്റെ മധ്യത്തിലും സ്വസ്ഥത അനുഭവിക്കുവാൻ കാരണമാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്താണ്. ഈ തിരുവെഴുത്ത് അത് വായിക്കുവാൻ, അത് പഠിക്കുവാൻ, തീമോഥെയോസിനോട് പറഞ്ഞു, അതിൽ നിശ്ചയം പ്രാപിക്കുവാൻ കഴിഞ്ഞിരിക്കണം. ഇതാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഈ തിരുവെഴുത്തിൽ നിശ്ചയം പ്രാപിക്കുവാൻ കഴിഞ്ഞിരിക്കണം. നിർഭാഗ്യവശാൽ ഈ തിരുവെഴുത്ത് കയ്യിലെടുത്തിട്ട് കൊല്ലങ്ങളായെങ്കിലും ഇന്നും 100-ാം സങ്കീർത്തനത്തിൽ നിന്ന് വിട്ടിട്ടില്ല. വിടരുത് കേട്ടോ, നല്ല കാര്യമാ. പക്ഷെ 100-ാം സങ്കീർത്തനത്തിന് അപ്പുറത്തേക്ക് പോകാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അനേക വിശ്വാസികളുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അനേക ദൈവജനത്തിന് ഇത് വായിക്കുവാൻ, പഠിക്കുവാൻ അവസരമുണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ സാധിക്കുന്നില്ല എന്ന ഒരു വലിയ പ്രശ്നം, ഒരു വലിയ പ്രശ്നം നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു വലിയ പ്രശ്നം. ഇതിന് സമയം കണ്ടെത്തുവാൻ, ഇതിന്റെ മുമ്പിൽ ഇരിക്കുവാൻ, ഇത് വായിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നമ്മോട് സംസാരിക്കുന്നതാണിത്. ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്ന ഈ തിരുവെഴുത്തിൽ നാം എത്രമാത്രം നിശ്ചയം പ്രാപിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും നാം ഉന്നതി പ്രാപിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാമോ? നിഷേധിക്കാമോ ആർക്കെങ്കിലും? നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമുക്ക് പരിജ്ഞാനം ലഭിച്ചിട്ടുണ്ട്, നമുക്ക് ഉന്നതി ലഭിച്ചിട്ടുണ്ട്. വിസ്മരിക്കാവോ ആർക്കെങ്കിലും? പക്ഷെ ദൈവവചനത്തിൽ നമുക്ക് വേണ്ടത്ര പരിജ്ഞാനം ഇല്ല. ചിലർ പറയും എനിക്കതിന് കഴിവില്ല.
എനിക്കതിന് പ്രാപ്തിയില്ല. നോ, ആ വാക്ക് നമുക്കുള്ളതല്ല. കഴിവും പ്രാപ്തിയൊക്കെ ദൈവമാണ് തരുന്നത്. ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാൻ, സമയം കണ്ടെത്തുവാൻ, ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുവാൻ, അത് ശിരസ വഹിക്കുവാൻ കഴിയണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. നമ്മെ തികഞ്ഞവൻ ആക്കുന്ന ദൈവവചനം, ആ തികഞ്ഞവനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുവാനും, ആ ദൈവവചനത്തെ അംഗീകരിക്കുവാനും, ആ ദൈവവചനത്തെ ഏറ്റെടുക്കുവാനും, നന്മ പറഞ്ഞ പോലെ ആ ദൈവവചനത്തിന് മുമ്പിൽ ആമേൻ പറയുവാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. കർത്താവ് സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരട്ടെ. മൂന്നാമത്തെ കാര്യം, 3, 4, 5 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. മൂന്നാമത്തെ കാര്യം, എന്തിനാ ഇത് തന്നത്? എന്തിനാ ഇത് തന്നത്? ഭയപ്പെടുവാൻ വേണ്ടി. ഈ ദൈവവചനം, ഈ നിയമം, അല്ലയോ ലേവി, നിനക്ക് തന്നത് നീ ഈ ദൈവത്തെ ഭയപ്പെടേണ്ടതിന് വേണ്ടിയാണ്. എന്റെ ദൈവത്തെ ഭയപ്പെടുക. ഒത്തിരി വാക്കുകൾ അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാണ്ട് നിങ്ങളുടെ പഠനത്തിനായി ഞാൻ വിട്ടു തരിക. ദൈവത്തെ ഭയപ്പെടണമെങ്കിൽ ദൈവം എന്ന വ്യക്തിത്വത്തെ വെളിപ്പെടുത്തണം. ദൈവത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവവചനം മാത്രമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ നിയമമാണ് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഞാൻ 3 4 പേരാണ് കാണുന്നെങ്കിലും ഏതാണ്ട് 19 20ഓളം ആളുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടുമായിട്ട് പറയട്ടെ, ദൈവത്തെ വെളിപ്പെടുത്തി തരണം. ആ ദൈവത്തെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തെ ഭയപ്പെടുവാൻ കാരണമാക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദൈവവചനം. 128 സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ്. അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇത് ഈ സങ്കീർത്തനം നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. 128 സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. 6 വാക്യങ്ങളേ ഉള്ളൂ. കളമശ്ശേരി ജോൺസ സാധാരണ ഈ സങ്കീർത്തനം എപ്പോഴാണ് വായിക്കുന്നത്? ജോൺസനോട് ചോദിച്ചാൽ ഇത്രയ്ക്കൊക്കെ മറുപടി കിട്ടുള്ളൂ. സാധാരണ വായിച്ച് കേട്ടിരിക്കുന്നത് എപ്പോഴാണ് ഈ സങ്കീർത്തനം? ആത്മാർത്ഥമായിട്ട് പറയണം. ഇപ്പൊ ഒത്തിരി നാളായി കേട്ടിട്ടും ഇല്ലേ? കല്യാണം, കണ്ടോ, വിവാഹം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ 128 സങ്കീർത്തനം വായിച്ച് കേൾക്കുന്നുള്ളൂ. ഒരു വിവാഹ ശുശ്രൂഷ കഴിയുമ്പോൾ വിവാഹ ശുശ്രൂഷ നടത്തുന്നയാള് ഈ സങ്കീർത്തനം വായിക്കും. ഒരു ആശംസാ സങ്കീർത്തനം എന്ന് പറഞ്ഞ് വായിക്കും. അന്നല്ലാതെ ഇതിനകത്ത് വേറെ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഈ 128 സങ്കീർത്തനത്തിൽ നാം വായിച്ചാൽ, വായിക്കരുതെന്നല്ല, ഇനി 100 പ്രാവശ്യം വായിക്കണം, സന്തോഷം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, 128 സങ്കീർത്തനം സൂക്ഷ്മമായി പഠിച്ചു നോക്കുക. ഈ യഹോവയുടെ ഈ ന്യായപ്രമാണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുവാൻ കഴിയുമ്പോൾ, ഇത് വായിച്ചാൽ ഇതിനകത്ത് എത്ര തലമുറയുണ്ടെന്നറിയാമോ? ഈ സങ്കീർത്തനം വായിച്ചാൽ എത്ര തലമുറയുണ്ടെന്നറിയാമോ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നീ, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ മക്കളുടെ മക്കളെ നീ കാണുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര തലമുറയുണ്ട്? ഈ 3 തലമുറയ്ക്ക് ആവശ്യമായ തിരുവെഴുത്ത് ഇന്ന് രാത്രിയിൽ ഈ വാക്കെന്റെ ഹൃദയത്തെ വളരെ ആവേശമുളവാക്കുന്നു. നിനക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് സഹായകരമായ ദൈവത്തെ ഭയപ്പെടേണ്ടതിന് ആവശ്യമായ തിരുവെഴുത്ത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവിടുത്തെ ഈ വഴി
ഈ വഴിക്ക് ന്യായപ്രമാണം എന്നാ പറയും. ഈ വഴി നിങ്ങൾ 119 സങ്കീർത്തനം വായിച്ചു നോക്കാം. 119 സങ്കീർത്തനം എത്ര വാക്യമുണ്ട് യോൺസ? 119 സങ്കീർത്തനം എത്ര വാക്യമുണ്ട് കളമശ്ശേരി? ഒരു വല്ലാത്ത ചോദ്യമായിപ്പോ അല്ലേ? 174 വാക്യങ്ങളുള്ള സങ്കീർത്തനം. ഓരോ ഭാഗത്തിനും 8 വാക്യങ്ങൾ. എബ്രായ അക്ഷരമാലയിലെ 22 അക്ഷരങ്ങൾ. ഇതെല്ലാം ചേർത്ത് വായിച്ച ഒറ്റ വാക്ക് പറഞ്ഞാൽ മുമ്പോട്ട് പോകാം. നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. 119 സങ്കീർത്തനത്തിന് 22 ഭാഗങ്ങളുണ്ട്. ഈ 28 ഭാഗങ്ങൾ എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങളാണ്. 22 അക്ഷരങ്ങൾ. ഈ 22 അക്ഷരങ്ങളുടെ ആശയങ്ങൾ ഡിക്ഷണറി പരിശോധിച്ചാൽ കിട്ടും. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഈ 22 വാക്കുകളുടെയും അർത്ഥം ഒന്ന് പഠിക്കണം. എന്തോ ഒരു ഭയങ്കരമാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഒന്ന് പഠിച്ചു നോക്ക്. ഈ 119 സങ്കീർത്തനത്തിന്റെ അനേക വാക്യങ്ങൾ വരുമ്പോൾ വചനം എന്ന് പറഞ്ഞിട്ടുണ്ട്, വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്, വിധികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രബോധനം എന്ന് പറഞ്ഞു. ഇതിനെല്ലാത്തിനും ഒറ്റ വാക്ക് ന്യായപ്രമാണം. ന്യായം. ഈ വാക്കുകളെല്ലാം ദൈവവചനത്തെ കുറിച്ചുള്ളതാണ്. നീ ഭയപ്പെടേണ്ടതിന് ഞാൻ ഇവയെ നിനക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടേണ്ടതിനുള്ളതായ ദൈവത്തിന്റെ ന്യായപ്രമാണം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഡിക്ഷണറി ഉണ്ടെങ്കിൽ ആലേഫ് എന്നതായ വാക്ക് മുതൽ തൗ എന്ന് പറഞ്ഞേക്കുന്ന വാക്ക് വരെ പഠിക്കണം. ആലേഫ് മുതൽ തൗ വരെ 22 അക്ഷരങ്ങളുണ്ട്. ആ ഓരോ അക്ഷരത്തിന്റെയും അർത്ഥമുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്കിതെല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിൽ നിർഭാഗ്യവശാൽ കഴിയുന്നില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. ഞാൻ എബ്രായ ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. ഡിക്ഷണറി വായിച്ച് പഠിച്ച് ഈ വാക്കിന്റെ അർത്ഥം പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തെ ഭയപ്പെടേണ്ടതുള്ളതായിരിക്കുന്ന പ്രമാണങ്ങളാണ്. ഈ പ്രമാണം കയ്യിൽ വെച്ചിട്ട്, ഈ പ്രമാണം ചുമന്നുകൊണ്ട് നടന്നിട്ട്, ഈ പ്രമാണത്തിന്റെ വക്താക്കളായിരുന്നിട്ട്, ക്ഷമിക്കണേ, ഈ പ്രമാണത്തിന്റെ പ്രസാദകരായിട്ട്, പ്രബോധനം നൽകുന്നവരായിട്ട്, പ്രസംഗകരായിട്ട് നടന്നിട്ട് നാം ദൈവത്തെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തെ തകർത്ത ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ കൊറോണ കാലയളവായിട്ട് ഇതിൽ ഇന്ന് സഭകളിൽ കൂടാനോ ഒന്നും കഴിയാത്തൊരു അന്തരീക്ഷമാണുള്ളത്. നമുക്കറിയാമല്ലോ, ദൈവജനത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യവും പോയ ഒരു സമയമാണിത്. സഭാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടില്ല. എല്ലാ ഹോളുകളും അടച്ചിട്ട് ഒരിടത്തും ആരാധന വേണ്ട എന്ന് വെച്ചതായ ഒരു സംഭവം സഭാ ചരിത്രത്തിൽ ഇല്ല. ഇതപ്പൊ സംഭവിച്ചു. ഈ സംഭവത്തിന്റെ മധ്യത്തിലും ഇത് കൈവച്ചിട്ട് ഈ ദൈവത്തെ ഭയപ്പെടാത്തതായ ഒരു ജനസമൂഹത്തെയാണ് ഇന്ന് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വേദനയോടെ ഈ കാര്യം പറയുന്നത് പ്രിയപ്പെട്ടവരെ. സഭകളിൽ ഇന്ന് ഐക്യതയില്ലാതെ പോകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതികൂലങ്ങളിൽ മാത്രം കടന്നു പോകുന്ന, അയ്യോ, ദൈവജനത്തിന്റെ മധ്യത്തിൽ നിന്ന് കേൾക്കുന്നതായ സംഭവങ്ങൾ എത്രമാത്രം വേദന ഉളവാക്കുന്ന കാര്യമാണ്. ദൈവത്തെ ഭയപ്പെടാത്ത ഒരു തലമുറ. എന്തിനാ ഈ പ്രമാണം? ഈ പ്രമാണത്തിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നെ ഭയപ്പെടേണ്ടതിന്. എനിക്ക് ആവർത്തന പുസ്തകത്തിലെ പല വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടാകും. പക്ഷെ ഞാൻ അവിടേക്ക് പോകുന്നില്ല. യഹോവയായ ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കുക എന്നൊരു വാക്ക് ആവർത്തന പുസ്തകത്തിലുണ്ട്. ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കുക. എങ്ങനെയാ അത് പഠിക്കുന്നത്? ഭയപ്പെടുവാൻ എങ്ങനെയാ പഠിക്കുക? അത് പഠിക്കുകയും നിന്റെ മക്കളെ നീ അത് പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. ദൈവത്തെ ഭയപ്പെടുക. 108 സങ്കീർത്തനം പിന്നീട് വായിച്ച് പഠിച്ചാൽ മതി. യഹോവയെ ഭയപ്പെടുവാൻ കഴിയണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ വിധികൾ, ഈ ന്യായപ്രമാണം നിന്റെ മുമ്പിൽ നൽകിത്തന്നത് നീ ദൈവത്തെ ഭയപ്പെടേണ്ടതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഭയം ഇന്ന് അന്യം നിന്ന് പോയ ഒരു അനുഭവമാണ് വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ കാണാൻ കഴിയുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവരില്ല. ഈ വാക്ക് ഞാൻ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി വാക്കുകൾ എന്റെ മനസ്സിൽ കടന്നു വന്നു. നാം ദൈവത്തെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഈ ദൈവഭയം എന്നതായ കാര്യം
ഈ ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തെ ഭയപ്പെടേണ്ടുന്നതായ കാര്യം അടുത്ത ആഴ്ച ചില വാക്കുകൾ കൂടെ ഞാൻ ആ ഭാഗത്ത് ഓർമ്മിപ്പിക്കേണ്ട ആഗ്രഹമുണ്ട് എനിക്ക്. ദൈവവചനം കൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇപ്രകാരമുണ്ട്: നാം ദൈവത്തെ ഭയപ്പെടേണ്ടതല്ലയോ? നാം ദൈവത്തെ ഭയപ്പെടേണ്ടതല്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയതായ ഒരു വിഷയം. ദൈവത്തിന്റെ പ്രമാണങ്ങൾ, നിലനിൽക്കേണ്ടുന്ന പ്രമാണം, ജീവനും സമാധാനവും നൽകി തരുന്ന പ്രമാണം, അവനെ ഭയപ്പെടേണ്ടതിന്റെ പ്രമാണം. കർത്താവ് അനുവദിച്ച ഞാൻ ഈ വാക്ക് അടുത്ത ആഴ്ച ഒന്നും കൂടെ ആവർത്തിക്കും, ദയവായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ നാം 4-5 കാര്യങ്ങൾ ഒരു പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 4-ാമത്തെ കാര്യം എങ്ങനെയായിരുന്നു? അകൃത്യം വിട്ട് തിരിയുമാറാക്കുന്നതായിരുന്നു തിരുവെഴുത്ത്. ഒരു മനുഷ്യന്റെ അകൃത്യം വിട്ട് ദൈവത്തിങ്കലേക്ക് അവനെ മടക്കി വരുത്തുന്നതാണ് തിരുവെഴുത്ത്. അതിന് വിശദീകരണം ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാപവഴികളെ ഉപേക്ഷിച്ച്, പാപവഴികളെ വിട്ടുകൊണ്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ നമ്മെ സഹായിക്കുന്ന തിരുവെഴുത്ത്. 5-ാമത്തെ കാര്യം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നൽകി തരുന്ന തിരുവെഴുത്ത്. അതിന് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒരു കുഴുക്കുവഴികളുമില്ല, ദൈവത്തിന്റെ വചനത്താൽ മാത്രം. ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ 5 കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. ഒന്ന് എന്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കാമോ? 1, നിലനിൽക്കേണ്ടുന്നതായിരുന്നു. 2, മറന്നു പോകരുത്, ജീവനും സമാധാനവും നൽകി തരുന്നതായിരുന്നു. 3, ദൈവത്തെ ഭയപ്പെടേണ്ടതായിരുന്നു. 4, അകൃത്യം വിട്ട് തിരിയുമാറാക്കുന്നതായിരുന്നു. 5, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉളവാക്കുന്നതായിരുന്നു. 5 കാര്യങ്ങൾ മറന്നു പോവുകയില്ലല്ലോ, ഇനി ആവർത്തിക്കണ്ടല്ലോ. ശ്രദ്ധിക്കുക. ഇനി ഇത് കൊടുത്തു, എന്തായിരുന്നു അതിന്റെ എഫക്റ്റ്? അതും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. കർത്താവ് അനുവദിച്ചാൽ നാളെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇത് തുടങ്ങും. എന്തായിരുന്നു അതിന്റെ എഫക്റ്റ്? അതും കൂടെ ഒന്ന് വായിക്കാം. ആ ഭാഗം കൂടെ മാത്രം വായിക്കാം, സമയം കഴിഞ്ഞു. ഇപ്പം എന്തായിരുന്നു അതിന്റെ എഫക്റ്റ് എന്നറിയാമോ? 5-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാചകം ഞാൻ നിർത്തി വായിക്കാം. 5 എഫക്റ്റുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. 5 എഫക്റ്റുകൾ നിങ്ങളൊന്ന് പഠിക്കണേ, വിശദമായിട്ട് പഠിക്കണം. ഞാൻ ഇനി ആ ഭാഗം വിശദീകരിക്കത്തില്ല, പക്ഷെ ദൈവത്തെ ഭയപ്പെടുന്ന കാര്യത്തെ പറ്റി ഞാൻ അടുത്ത ക്ലാസ് ഒന്നും കൂടെ പറയും. എന്തായിരുന്നു അതിന്റെ എഫക്റ്റ്? 5-ാം വാക്യം അവസാനം ഇങ്ങനെ വായിക്കുന്നു: അവൻ ഭയപ്പെടാൻ ഞാൻ അവയെ കൊടുത്തു. അടുത്ത വാചകം കണ്ടോ? അവൻ എന്നെ ഭയപ്പെട്ടു. ഓ സ്തോത്രം! ആ പ്രയോഗത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാകുന്നുണ്ടോ? അവൻ എന്നെ ഭയപ്പെട്ടു. അടുത്തത്, എന്റെ നാമനിമിത്തം വിറച്ചു. പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയം ആവേശം കൊണ്ട് നിറയുകയാണ്. ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്, ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. 1, അവൻ എന്നെ ഭയപ്പെട്ടു. 2, എന്റെ നാമനിമിത്തം വിറച്ചു. ഇവിടുത്തെ നാമം എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്റെ നാമനിമിത്തം, എന്റെ വ്യക്തിത്വ നിമിത്തം അവൻ എന്നെ കണ്ടവൻ വിറച്ചു. 3, അവിടെ എഴുതിയിരിക്കുന്നു: നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. 4-ാമത്തെ കാര്യം, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. 5-ാമത്തെ കാര്യം, സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്നു. ലേവിക്ക് ദൈവം കൊടുത്ത ഈ നിയമത്തിന്റെ 5 എഫക്റ്റുകളെ പറ്റി അവിടെ എഴുതിയിരിക്കുക. നമുക്ക് ഈ ദൈവവചനം തന്നിട്ട് നമ്മൾ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? ലേവിക്ക് കൊടുത്ത ഈ നിയമത്തിന്റെ പ്രത്യേകത മറന്നു പോകരുത്.
നിലനിൽക്കുന്നത്, ജീവനും സമാധാനവുമായത്, ഭയപ്പെടേണ്ടതിന്, അകൃത്യം വിട്ട് തിരിയുന്നതിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകി തരുന്നത്. 5 കാര്യങ്ങൾ പഠിച്ചു. ഇത് അവന് കൊടുത്തപ്പോൾ അവന്റെ പ്രതികരണം, അവനിലുണ്ടായ എഫക്റ്റ് എന്തായിരുന്നു? അവൻ എന്നെ ഭയപ്പെട്ടു. ദൈവം പറയാണ്, ഞാൻ കൊടുത്ത പ്രമാണം അവൻ വായിച്ച് അവൻ അനുസരിച്ചത് കൊണ്ട് അവൻ എന്നെ ഭയപ്പെട്ടു. അടുത്ത വാക്ക് കണ്ടോ? എന്റെ നാമനിമിത്തം വിറച്ചു. നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു. കർത്താവ് വലിച്ച അടുത്ത ആഴ്ചയിൽ ഞാൻ അത് പറയാം. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. അവന്റെ വായിൽ നിന്ന് വന്നതെല്ലാം നീതിപൂർവമായിരുന്നു. നീതികേട് കണ്ടതില്ല. അടുത്തത്, സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്നു. എന്താണ്? ഒരു പെർഫെക്റ്റ് ആയുള്ള ഒരു എഫക്റ്റ് ആണ് ഉണ്ടായത്. പരിപൂർണമായ ഒരു എഫക്റ്റ് ഉണ്ടായി, പരിപൂർണമായ ഒരു റിസൾട്ട് ഉണ്ടായി. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ എഫക്റ്റ്, ദൈവവചനത്തിന്റെ ഈ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത, അത് വളരെ ഗൗരവമുള്ളതായ കാര്യമാണ്. അത് നമ്മിൽ ഒരു പ്രതികരണം ഉളവാക്കുവാൻ കാരണമാകണം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ബാക്കി ഞാൻ അടുത്ത ആഴ്ചയിൽ പറയാം. എന്നാൽ ഇപ്പോൾ ലേവിയുടെ കാലം വന്നപ്പം, ലേവിയുടെ 2ാം തലമുറ രംഗത്ത് വന്നപ്പം ഈ തിരുവഴുത്തിന് എന്താ സംഭവിച്ചത്? 5 കാര്യങ്ങൾ സംഭവിച്ചു. അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച പറയാം. നിലനിൽക്കേണ്ടത് കൊടുത്തത്, ഭയപ്പെടേണ്ടതിന് കൊടുത്തു, ജീവനും സമാധാനവുമായത് കൊടുത്തു, ദൈവത്തെ മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരേണ്ടതിന് കൊടുത്തു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടി അത് കൊടുത്തു. അതെല്ലാം അങ്ങനെ തന്നെ സാധിച്ചു. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് കഴിഞ്ഞപ്പോൾ 8ാം വാക്യം എങ്ങനെയാ അലക്സാണ്ടർ തുടങ്ങുന്നത്? നിങ്ങളോ വഴി വിട്ടുമാറി. 10 മാത്രം പറഞ്ഞു, നിങ്ങളോ വഴി വിട്ടുമാറി. ദൈവാത്മാവ് എടുത്തു പറയാണ്, ദൈവം കൊടുത്ത ന്യായപ്രമാണത്തോട് നിങ്ങൾ അവിശ്വസ്തത കാണിച്ചു. നമ്മുടെ വിഷയം അത് തന്നെയാണ്, ന്യായപ്രമാണത്തോട് കാണിച്ച അവിശ്വസ്തത. 2ാമത്തെ മെയിൻ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈ വാക്കുകളുടെ അവസാനം 5 അവിശ്വസ്തതകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ 2ാമത്തതിന്റെ ആ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് കാണിച്ച അവിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുക. ഒരിക്കൽ നീ ഇതെല്ലാം അംഗീകരിച്ചു, ഒരിക്കൽ നീ ഇതെല്ലാം അനുസരിച്ചു, ഒരിക്കൽ നീ എന്നെ ഭയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ വഴി വിട്ടു മാറി. അത് തന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചു. അത് നമ്മെ ഭയപ്പെടുത്തുവാൻ കാരണമാക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും അടുത്ത ക്ലാസ്സിലും അടുത്ത ആഴ്ചയിലും തുടർന്നുള്ള ആഴ്ചകളും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറി ഇതൊന്ന് പഠിക്കണമേ എന്ന് വളരെ വിനയമായി ഞാൻ ദൈവമുമ്പാകെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് മുമ്പ് ഞാൻ എന്താ ഓർമ്മിപ്പിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് സമാധാനമായിട്ട് പിരിഞ്ഞു പോകാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വരും ദിവസങ്ങളിലും ദൈവവചന കേൾവി നമുക്ക് എല്ലാ നിലയിലും പ്രയോജനപ്പെടുവാൻ കാരണമാകണം. അതിന്റെ എഫക്റ്റ് ആ നിലയിൽ നമ്മെ സംഭവിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതിന്റെ എഫക്റ്റ് സംഭവിക്കുന്നില്ലെങ്കിൽ, നാം അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ കണ്ടക്ഷോഭം അത് വെറുതെ ആകുന്നത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് അതിന്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ ഒരു ആത്മീയ ജീവിതം ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടി ദൈവജനം നിർബന്ധമായി പ്രാർത്ഥിക്കുകയും
എല്ലാവരും തന്നെ കടന്നു വന്ന് ഇന്ന് പഠിക്കുവാനിടയായി തിരികെയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കയറി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.